ഹായ് എവരിവൺ. ലാലേട്ടന് ഭീഷണി മക്കളെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർക്കുമെന്നാണ് ചിലർ കമൻ്റ് ഇട്ട് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇന്നലെ ഒരു അപ്പൂപ്പൻ ലാലേട്ടനെ തെറിയോട് തെറിയാണ്. അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ അനുമോളോട് ഇന്നലെ രാത്രി 12 മണിക്ക് ഒരാളൊരു ചോദ്യം ചോദിക്കുകയാണ്. അനുമോളെ, നീ ജയിച്ചത് 16 ലക്ഷത്തിൻ്റെ PR-ലാണോ എന്ന്. അപ്പോൾ അനുമോളൊരു ഉത്തരം കൊടുക്കുകയാണ് മക്കളെ. ആ ഉത്തരം കൂടി ഞാൻ പ്ലേ ചെയ്യാം. ഇന്ന് ആദ്യം ഏകദേശം 40 വയസ്സ് തോന്നുന്ന ഒരാൾ, അപ്പൂപ്പനല്ല, ഒരാൾ ലാലേട്ടനെ കുറിച്ച് കുറച്ച് അനീഷ് ഭായ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അത് കേൾക്കാം, അതിനുശേഷം അപ്പൂപ്പൻ പറയുന്ന കാര്യം കേൾക്കാം. ഓക്കെ, പിന്നീട് നമ്മുടെ അനുമോൾ പറഞ്ഞ കാര്യം കേൾക്കാം. ഓക്കെ. എടാവേ, നമ്മളൊക്കെ ചോറ് തന്നെ തിന്നണത്, മനസ്സിലായോ? ചോറ്, അല്ലാണ്ട് വേറൊന്നും അല്ല തിന്നണത്. എന്താണ് ഇവിടെ നടക്കണത്? നമ്മളെപ്പോലുള്ള മലയാളികൾ ഒന്നടങ്കം പറഞ്ഞ അനീഷ് ഭായി ജയിക്കുള്ളൂ എന്ന്. എന്നിട്ട് എന്നെ സംഭവിച്ചത് തന്നെ മത്സരമാണ്. ബിഗ് ബോസ് ഒരു മത്സരം തന്നെയാണ്. പക്ഷേ ജയം അനീഷിനായിരുന്നു. ഒരു സാധാരണക്കാരാണ്. അങ്ങനെ ഒരു സാധാരണക്കാർ കപ്പ് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാണ്ട് എന്താ പറയണത്, അനുമോൾ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, നല്ലൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ കപ്പ് കൊണ്ടുപോകേണ്ടത് അനീഷായിരുന്നു. അന്ന് തന്നെ ഉണ്ടല്ലോ ആ പുള്ളി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ പുള്ളി ഒരു ജാടയില്ലാണ്ട് അതായത് പരാജയപ്പെട്ടു എന്നല്ല കാണിച്ചത്. അയാൾ എന്താ കാണിച്ചത്? എല്ലാം ഉള്ളിലും ഒതുക്കി പുറമെ സന്തോഷത്തോടെയാണ് ആ മനുഷ്യൻ പോയത്. ബിഗ് ബോസ് എന്ന് പറയുന്നൊരു കളിയാണ്. ഇതൊക്കെ മോശമായ പരിപാടിയാണ്. ഇപ്പം എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇതേ അവസ്ഥയായിരിക്കും. കാരണം എന്നെ പോലുള്ള നല്ല കണ്ടൻസിന് ചിലപ്പോൾ ഒഴിവാക്കുവരെ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു വിടും ബിഗ് ബോസിൽ നിന്ന്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നല്ലൊരു ആളെയാണ് നിങ്ങളെല്ലാം കൂടി ഒഴിവാക്കിയത്. അനീഷ് ഭായി, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അനുമോൾ എനിക്ക് ഇഷ്ടമാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അനീഷ് ഭായി ആണ് ഇവിടെ വരേണ്ടത്. കാരണം എല്ലാവരും ആഗ്രഹിച്ചത്, ഓരോ മലയാളികളും ആഗ്രഹിച്ചത് അനീഷ് ഭായിനെയാണ്. ഈ ചങ്കില ഞാൻ എഴുതി ഫോട്ടോ വരെ വരച്ചു വെച്ചു, മനസ്സിലായോ? കുളിച്ചപ്പോൾ മാഞ്ഞു പോയി, ഇനി അത് കാണിക്കണ്ട. അതുപോലെ ഞാൻ കൊണ്ടുവിടുന്ന ആളാ. അവിടെ എന്താ കാണിച്ച്? ഒരു കാര്യം പറയുകയാണ്, ഇത് ആക്കി പറഞ്ഞതാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഓക്കെ, ഈ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഓക്കെ, നമുക്ക് അപ്പൂപ്പൻ പറയുന്നു. അപ്പൂപ്പൻ സ്ട്രോങ് ആണോ? ഓക്കെ, അപ്പൂപ്പൻ പറയുന്ന കുറച്ച് കേട്ട് നോക്കാം. മോഹൻലാൽ അനീഷ് എന്ന മത്സരാർത്ഥിയോട് ചെയ്തത് ഒരു വലിയ ചതിയായി പോയില്ലേ? 2 മത്സരാർത്ഥികൾ അവസാന റൗണ്ടിൽ ഒരുപോലെ വന്നാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു ടോസിംഗ് നേടി അവരുടെ വിജയം പ്രഖ്യാപിക്കാമല്ലോ. അല്ലാതെ മോഹൻലാലിന് തോന്നുന്നത് പോലെ, മറ്റേ ഗുസ്തിക്കാരെ പോക്കുന്നത് പോലെ അയാളെ കൈപിടിച്ച് ഉയർത്തി ഇയാളാണ് വിജയി എന്ന് പ്രഖ്യാപിക്കുന്നത് എന്ത് രീതിയാണ്? ഈ ഷോ കണ്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് മനുഷ്യരെ മോഹൻലാൽ 7ന്റെ പണി തന്ന് പറ്റിച്ചതാണോ? ഇതായിരുന്നോ മോഹൻലാലിന്റെ 7ന്റെ പണി? തന്റെ അധികാരം ഉപയോഗിച്ച് ഒരാളെ ജയിപ്പിക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് മോഹൻലാൽ എല്ലാവരോടും SMS ചെയ്യാനും വോട്ട് ചെയ്യാനും പറഞ്ഞത്? മോഹൻലാലിന് ഇഷ്ടമുള്ള ഒരാളെ വിജയിപ്പിച്ചാൽ പോരായിരുന്നു? അവസാന റൗണ്ടിൽ എത്തി നിൽക്കുന്ന 2 മത്സരാർത്ഥികളുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഘർഷമാണ്. ആ സമയത്ത് ഒരാൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും ഞാൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ആ മത്സരാർത്ഥി എത്രമാത്രം മാനസികമായി തകർന്നു പോകും എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി മോഹൻലാലിന് ഇല്ലായിരുന്നു. ഈ 20 മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് ഇത്രയും നാൾ അതിനകത്തിട്ട് പീഡിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ച് അങ്ങ് സമ്മാനം കൊടുത്താൽ പോരായിരുന്നു? ആ സമയത്ത് അവർക്ക് കിട്ടിയ വോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസിക സംഘർഷം തീർച്ചയായിട്ടും ഒഴിവാകും. മോഹൻലാൽ അവസാന നിമിഷം ചെയ്തത് ഒരു ഗുണ്ടായിസം പോലെയായി. എനിക്ക് തോന്നിയവർക്ക് ഞാൻ പ്രൈസ് കൊടുക്കൂ എന്നുള്ള ഗുണ്ടായിസം. കോടിക്കണക്കിന് മനുഷ്യർ ഇവർക്ക് വോട്ട് ചെയ്തതാണ്. ആ വോട്ട് ചെയ്ത മനുഷ്യർക്ക് ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടി എന്ന് അറിയാനുള്ള ഒരു അവകാശം നിങ്ങൾ എന്തുകൊണ്ട് നൽകിയില്ല? ഇതിന് ചെയ്യേണ്ടത് അനീഷ് എന്ന മത്സരാർത്ഥി നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം അയാളെ ആ വേദിയിൽ അപമാനിക്കുകയാണ് ചെയ്തത്. എന്താ എൻ്റെ പൊന്നു മക്കളെ നമ്മൾ ഈ കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതൊക്കെ ഞാൻ ആരുടെ പക്കം നിൽക്കുന്നില്ല. അതായത് ഏഷ്യാനെറ്റിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് അവർ പുറത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അനുമോൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് PR ആണെങ്കിലും മണ്ണാങ്കട്ടി ആണെങ്കിലും അനീഷിനേക്കാൾ കൂടുതൽ വോട്ട് അനുമോൾക്ക് കിട്ടിയത് കൊണ്ടാണ് ലാലേട്ടൻ കൈപ്പൊക്കിയത്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ അനുമോളോട് ഓക്കെ ബിൻസി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം 12 മണിക്ക് അനുമോളോട് ചോദിച്ച ചോദ്യം ഞാൻ വെച്ചുതരാം. ഓക്കെ, അനീഷ് ചേട്ടനോട് അനു എന്തൊക്കെയാണ് കാണിച്ചത്? അതൊക്കെയാണ് ഞാൻ വഴക്കിൽ ചോദിച്ചത്. ഈ വഴക്കുണ്ടാക്കിയ സമയത്തൊക്കെ എനിക്ക് പറയാൻ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് അനീഷിനെ ഓരോന്ന് പറഞ്ഞ് അനീഷ് ചേട്ടന്റെ മനസ്സ് അങ്ങനൊന്നും ആടുന്ന മനസ്സല്ലായിരുന്നു. ഞങ്ങളുടെ അനീഷ് ചേട്ടൻ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനെ ലവ് യു എന്ന് പറഞ്ഞ് ഇച്ചായാന്ന് വിളിച്ച് എന്തൊക്കെയാണ് അനു അവിടെ കാണിച്ചത്? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് അധികാരം ഇരിക്കുന്നു മറ്റുള്ള ഒരാളെ കുറ്റം പറയാനായിട്ട്? ഓക്കെ, നമുക്ക് അനുമോളോട് ചോദിക്കാം. 16 ലക്ഷത്തിന്റെ PR-ലാണോ നീ ജയിച്ചത്? അതിനുള്ള ഉത്തരം അനുമോൾ പറയുന്നുണ്ട്. ബിഗ് ബോസിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആരായിരുന്നു? എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ എല്ലാവരും ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ പ്രിയപ്പെട്ടെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. എല്ലാവരും ഒരുപോലെ കാണുന്നത്. പക്ഷെ ഇപ്പോ റീസെന്റ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു വീടാണ്. വീട്ടിലെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ എല്ലാവരും ഗെയിമായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങോട്ടും വഴക്കും ഈ പറയുന്ന സൗഹൃദം എല്ലാം ഉണ്ടാവാറുണ്ട്. എന്നാലും നമ്മുടെ കൂടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ചിലപ്പോൾ നിൽക്കേണ്ടി
വരാൻ പറ്റത്തില്ല അവർക്ക്. എന്താ പറയുക, ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് ചിലപ്പം അതെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ലക്ഷ്മി, മസ്താനി, പ്രവീൺ, ഒനിലേട്ടൻ, അഭിലാഷ് ഇവരൊക്കെ ആയിരുന്നു. അതെ. ഒരു കാര്യം പറയുകയാണ് അനുമോൾ, നിന്നെ വിമർശിക്കുന്നതല്ല, ഒരു ഡൗട്ടാണ്. അനുമോൾ പറയുന്നത് വിനുവിന് 1 ലക്ഷം കൊടുത്തു എന്നാണ്. ഇത് ഞാൻ ചോദിക്കുകയാണ് അനുമോളോട്. വിനു അപ്പോൾ 3 മാസമാണ് പണിയെടുത്തത്, 3.5 മാസമാണ്. 1 മാസം 25,000 വെച്ചിട്ട് വിനു പണിയെടുക്കും. എത്ര പണിയെടുക്കുന്നുണ്ട്? വിനുവിൻ്റെ കയ്യിലാണ് 4-5 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ 25,000 1 മാസം കിട്ടുമ്പോൾ വിനു എത്ര എടുക്കും, സ്റ്റാഫിന് എത്ര കൊടുക്കും? വിശ്വസിക്കുന്ന കാര്യം പറയണം. ഓക്കെ, മിനിമം എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. 16,82,000 ചില്ലറയാണ് പൈസ പോയത് അനുമോളുടെ കയ്യിൽ നിന്ന്. അതിൽ 4 ലക്ഷം രൂപയാണ് ഈ പറയുന്ന അനുമോൾക്ക് വിനുവിന് കിട്ടിയത്. ബാക്കി സമ്മർ മീഡിയ ഇങ്ങനെയൊക്കെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, 4-5 ലക്ഷം ഇല്ലാതെ വിനു പണിയെടുക്കുമോ? നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇപ്രാവശ്യം വിനുവിന് കിട്ടിയത് 4 ലക്ഷമാണ്, 5 ലക്ഷം സമ്മറിന് കിട്ടി. അതിൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കണക്ക് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ കപ്പ് വേണ്ടായിരുന്നു എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. കുറേ പേര് പറയുന്നുണ്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാ ചാനലും ബിഗ് ബോസിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പൊട്ടണം, എന്നെങ്കിലേ ഈ കണ്ടന്റ് മാറ്റും എല്ലാവരും. അപ്പോൾ ഓക്കെ, ഞാൻ മൈൻഡ് ചെയ്യുന്നു.